अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊदु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु अशहदु अन ला इलाहा इल्लल्लाह व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न खैरल कलामि कलामुल्लाह व खैरस सुननि सुनन मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। अल्लाहुम्मा रब्बि इश्रह ली सदरी व यस्सिर ली अम्री वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। या अय्युहन्नास उसीकुम इय्याय अव्वलन बिത്തഖ്വല്ലാഹ്। ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പല വീടുകളിലും ഏറെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ. പലരും ആനന്ദത്തിലാണ്, പലരും സന്തോഷങ്ങൾ പങ്കിടുന്നതിലാണ്. SSLC എക്സാമുമായി ബന്ധപ്പെട്ട വിജയപ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞവരാണല്ലോ നാം ഓരോരുത്തരും. പലപ്പോഴും ദുനിയാവിൻ്റെ സന്തോഷങ്ങളിൽ, പലപ്പോഴും ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ വ്യാകുലതപ്പെടുന്ന മനുഷ്യൻ നാളെ പാരത്രിക ലോകത്തേക്കുള്ള വിജയത്തിന് വേണ്ടി എത്ര പരിശ്രമിച്ചു എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ സ്വഹാബത്ത് ഉഹദിൻ്റെ രണാങ്കളം ഏറെ കൊടുമ്പിനി കൊള്ളുന്ന സമയത്താണ് അനസ് ബിൻ നളർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, റസൂലേ, ഈ ത്യാഗമേറിയ ഉഹദിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ എനിക്കെന്താണ് പ്രവാചകരെ പകരമായി ലഭിക്കുക? അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസേ, സ്വർഗമുണ്ട് എന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പക്കൽ നിന്നുള്ള മറുപടി കേട്ട ഉടനെ അനസ് ഇബ്നു നളർ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്.
ശരീരമേറെ വികൃതമായ രൂപത്തിൽ, ഏറെ കാണാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരം സഹാബാക്കൾക്ക് കിട്ടിയത് എന്ന് ഉഹദിൻ്റെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. സ്വർഗം അവരുടെ ഏറെ ഇഷ്ടമായിരുന്നു. സ്വർഗം കിനാവ് കണ്ടിട്ടായിരുന്നു അവരുടെ ജീവിതം. സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെയുള്ള യാത്രയിൽ അതീവ ശ്രദ്ധ പുലർത്തി ജീവിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ആ സ്വർഗം കിട്ടുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ മറിയമിൻ്റെ 63-ാമത്തെ വചനത്തിലൂടെ തിൽക്കൽ ജന്ന, ആ സ്വർഗമുള്ളത് അല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ, എൻ്റെ അടിമകളിൽ തഖ്വ പാലിച്ച് ജീവിക്കുന്നവർക്കാ സ്വർഗമുള്ളത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തക്കികൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്വർഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ വിശദീകരിക്കവേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു നൽകുന്ന ചില വിശദീകരണങ്ങളുണ്ട്. നമ്മളൊക്കെ ആ രൂപത്തിലാണോ എന്ന് ഒന്ന് സ്വയം വിലയിരുത്താൻ, ഒന്ന് സ്വയം മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ ഉപകരിക്കുന്ന ചില വിശദീകരണങ്ങൾ. ആർക്കാണ് സ്വർഗം? അള്ളാഹുവിനെ അനുസരിക്കുന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾക്കാണ് സ്വർഗമുള്ളത്. എങ്ങനെയാണ്? രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന രംഗത്താകട്ടെ, അല്ല സുഭിക്ഷസുന്ദരമായ സമയത്താകട്ടെ, എവിടെയായിരുന്നാലും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെന്ന ഉത്തമബോധത്തോടുകൂടി ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. അതോടൊപ്പം ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നവർക്ക്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർക്ക്, അഫ്വ് കൊടുക്കുന്നവർക്ക് എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുമ്പോൾ ആ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിയവരുടെ കൂട്ടത്തിൽ, ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം മുൻഗാമികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഒന്നൊന്ന് സ്വയം വിചാരണ ചെയ്യണം. പടച്ച റബ്ബ് നമ്മെ വിചാരണ ചെയ്യുന്നതിന് മുന്നേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കവേ, സ്വർഗീയാരാമത്തിന് വേണ്ടി ധൃതിപ്പെടണമെന്ന് പഠിപ്പിക്കവേ അള്ളാഹു പഠിപ്പിച്ചു നൽകിയ ആയത്താണല്ലോ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണം. അള്ളാഹ് അവിടെ നിർത്തിയില്ല. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? ആ മഗ്ഫിറത്തിലൂടെ നേടിയെടുക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. വജന്നത്തിൻ അർളു അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വിശാലമുള്ള സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ ഖുർആനിലൂടെ പ്രതിപാദിക്കുകയാണ്. നമ്മുടെ മനസ്സ് തട്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയണം, ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ ധൃതിപ്പെടുന്ന, ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ ഉറക്കമൊഴിക്കുന്ന, ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ പല ത്യാഗങ്ങളും അനുഭവിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാരത്രിക ലോകത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി എത്രത്തോളം ധൃതിപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിജയമെന്നുള്ളത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിജയം അതാണ്. ചെറിയ ചെറിയ വിജയങ്ങൾ ദുനിയാവിൽ ലഭിക്കുമ്പോൾ സന്തോഷം കൊണ്ട് പുളകിതമാകുന്ന നാം, ഏതെങ്കിലും പരാജയങ്ങൾ ദുനിയാവിൽ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പരിഹാരം ദുനിയാവിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന മനുഷ്യർ, നാളെ പരിഹാരമില്ലാത്ത ആ പാരത്രിക ലോകത്ത് പ്രിയപ്പെട്ടവരെ സ്വർഗം നേടുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ കുത്തിയിടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്.
എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷമുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾ നൽകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? ഫമൻ സുഹസിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന. ആരാണ് നാളെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഏറെ ഗൗരവമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് എന്നുള്ളത് വഞ്ചിക്കുന്ന സങ്കേതമാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആരാണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? അവനാണ് വിജയം പ്രാപിച്ചവനെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ യഥാർത്ഥ വിജയത്തിലേക്ക് നമുക്ക് പരിശ്രമിക്കാനും അതിനു വേണ്ടി പണിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെ എളുപ്പമുള്ള, വളരെ നിസ്സാരമായ കർമ്മങ്ങളിലൂടെ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നോക്കിയേ നിങ്ങൾ, അള്ളാഹുവിനോട് സ്വർഗത്തിനെ കുറിച്ച് ചോദിച്ചാൽ, സ്വർഗത്തിന് വേണ്ടി പടച്ചവനോട് ചോദിച്ചാൽ മനസ്സഅലല്ലാ, ആരാണ് പടച്ചവനോട് ചോദിക്കുന്നത്? എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി. സലാസ മർറാത്ത്, 3 തവണ, 3 തവണ ആ സ്വർഗം പറയുമെന്ന ഖാലത്തിൽ ജന്ന, അതേ സ്വർഗം പറയുമെന്ന അല്ലാഹുമ്മ അദ്ഖിലുൽ ജന്ന, പടച്ച റബ്ബേ ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാ. വമനിസ്തജാറ മിനന്നാർ, നരകത്തിന് കാവലിനെ തൊട്ട് ആരെങ്കിലും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ നരകം പറയുമെന്ന ഖാലത്തിന്നാർ അല്ലാഹുമ്മ അജ്രിഹു മിനന്നാർ, പടച്ചോനെ നരകത്തിൽ നിന്ന് ആ വ്യക്തിയെ കാത്തുകൊള്ളണേ നാഥാ. എത്ര ലളിതമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നാം സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ടവരെ ദിനേന നാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പടച്ചോനെനിക്ക് സ്വർഗം കിട്ടണേന്ന്, പടച്ചോനെ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന്. ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതാണ് സ്വർഗം എന്നുള്ളത്. നമ്മളൊക്കെ സഹാബക്കളുടെ ചരിത്രങ്ങൾ കാണുമ്പോൾ, സഹോദരിമാരാണെങ്കിൽ സഹാബ വനിതകളുടെ ചരിത്രങ്ങൾ കാണുമ്പോൾ അങ്ങനെ പുളകിതം കൊള്ളുന്നവരാണ് നാം. എന്നാൽ അവരുടെ ആ ഒരു സ്വർഗം, അവരൊക്കെ പോയ ആ ഒരു സ്വർഗം, അവരൊക്കെ പ്രിയപ്പെട്ടവരെ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇങ്ങനെ ഫിൽ ജന്ന ഫിൽ ജന്ന ഫിൽ ജന്ന എന്ന് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ പുളകിതാവും. അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ത്യാഗങ്ങൾ, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ത്യാഗങ്ങൾ, ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ത്യാഗങ്ങൾ, സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ത്യാഗങ്ങൾ, അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ത്യാഗങ്ങൾ. ഇങ്ങനെ സഹാബാക്കളുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അവർ പോയ അതേ സ്വർഗത്തേക്കാ നമുക്കും പോകാനുള്ളത്. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വേണം. ആ ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും പ്രിയപ്പെട്ടവരെ അലിയൊലികൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിന് പോയ സ്വർഗം, ഉമർ റളിയല്ലാഹുവിന് പോയ സ്വർഗം, സ്വഹാബ വനിതകൾ പോയ സ്വർഗം, സ്വഹാബാക്കൾ പോയ സ്വർഗം. ആ സ്വർഗത്തേക്കാ അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി വ്യക്തമായി പരാമർശിച്ചു. ആ സ്വർഗത്തേക്ക് നമുക്കും പോകാൻ പ്രിയപ്പെട്ടവരെ, മല ഐനു റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ മനസ്സിനും വിഭാവന ചെയ്യാൻ കഴിയാത്ത സ്വർഗം. എത്രയെത്ര ഹദീസുകളിലൂടെ, എത്രയെത്ര അധ്യാപനങ്ങളിലൂടെ വ്യാഖ്യാനിച്ചാലും, എങ്ങനെയൊക്കെ മനുഷ്യ മനസ്സിലേക്ക് ഇട്ട് തന്നാലും പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുന്നതല്ല സ്വർഗം, നാം ആലോചിക്കുന്നതല്ല സ്വർഗം. ആ സ്വർഗത്തിലെ ഇന്ന വസ്തുക്കളുണ്ട്, ആ സ്വർഗത്തിലെ പാലുണ്ട്, അരുവിയുണ്ട്, തേനുണ്ട് എന്നൊക്കെ പറഞ്ഞത് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ച് നൽകിയത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പഠിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിച്ച് നൽകിയതാ. ഇവിടുത്തെ ദുനിയാവിലെ പാലിനോട്, ദുനിയാവിലെ തേനിനോടൊന്നും അതിനെ സാദൃശ്യപ്പെടുത്തിയിട്ടോ താരതമ്യപ്പെടുത്തിയിട്ടോ കാര്യമില്ല എന്നുള്ളതാണ്. അതാണ് മല ഐനു റഅത്,
വലാ ഉദ്ഹുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യ മനസ്സിനും വിഭാവന ചെയ്യാൻ കഴിയാത്തത്. ഫിൽ ജന്നതി മിഅത ദറജ, സ്വർഗത്തിൽ 100ഓളം തട്ടുകളുണ്ട്, 100ഓളം പദവികളുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താ? മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർള്. ഓരോ ദർജകൾക്കിടയിലും ആകാശഭൂമിയോളം പ്രിയപ്പെട്ടവരെ വിശാലതയുണ്ട്. എന്നിട്ടോ വൽ ഫിർദൗസു അലാഹാ, അതിലെ ഏറ്റവും ഉന്നതമായ ദർജ ഏതാ? ഫിർദൗസാണ്, ജന്നാത്തുൽ ഫിർദൗസാണ്. എന്നിട്ട് ആ ഫിർദൗസിന് അല്ലാഹുവിൻ്റെ റസൂല് കൃത്യമായി വിശദീകരിക്കുക. വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്നാത്തിൽ അർബഅ, അവിടെ നിന്നാണ് സ്വർഗത്തിലെ 4 അരുവികൾ രൂപം കൊള്ളുന്നത്, പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, ആ അരുവികളേതാണ്? മസലുൽ ജന്നത്തില്ലതി മുഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗം. ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ, പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തുഅമുഹു, രുചിഭേദം സംഭവിക്കാത്ത പാലിൻ്റെ അരുവികളുണ്ട് അവിടെ. വഅൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്കേറെ ആസ്വാദനകരമായ മദ്യത്തിൻ്റെ അരുവികളുണ്ട് അവിടെ. വഅൻഹാറും മിൻ അസലിൻ മുസഫ, സ്വച്ഛമായ തേനിൻ്റെ അരുവികളുണ്ട് അവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മുഹമ്മദിൻ്റെ 15-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള പാലിനോട്, ഏറ്റവും ക്വാളിറ്റി ഉള്ള തേനിനോടൊന്നും സാദൃശ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിനേക്കാൾ എത്രയോ 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 സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ഓരോ കാര്യങ്ങളെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുമ്പോൾ, സഹാബാക്കളായത്തിനെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി തരുമ്പോൾ നോക്കിയ നിങ്ങൾ, ദുനിയാവ് എന്നുള്ളത് രോഗമില്ലാത്ത മനുഷ്യരുണ്ടോ? സങ്കടമില്ലാത്ത മനുഷ്യരുണ്ടോ? സന്താപമില്ലാത്ത ജീവിതങ്ങളുണ്ടോ? ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സന്തോഷമുണ്ടെങ്കിൽ സങ്കടമുണ്ട്, സങ്കടമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ അനാരോഗ്യമുണ്ട്. എല്ലാം കൂടി കലർന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവ് എന്നുള്ളത്. എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ അവസ്ഥ എന്താ? ഇന്നലക്കും മൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങളെന്നും ആരോഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾക്ക് സങ്കടങ്ങളില്ല, നിങ്ങൾക്ക് സന്താപങ്ങളില്ല. പിന്നെയോ വഇന്നലക്കും മൻ തഹ്യൂ ഫലാ തമൂതു അബദാ, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ, നിങ്ങൾക്ക് മരണമില്ല കേട്ടോ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാ. 60, 70, 80 വരെ ആയുസ് എന്നുള്ളൊരു കാലയളവ് പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗീയാരാമത്തിലില്ല. വഇന്നലക്കും മൻ തശിബു ഫലാ തഹ്റമു അബദാ, എന്നെന്നും യുവാക്കളാണ്, നിങ്ങൾക്ക് വാർദ്ധക്യമില്ല, വാർദ്ധക്യത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലില്ല. അല്ലാഹുവിൻ്റെ റസൂലേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സ്വർഗം നിർമ്മിച്ചിട്ടുള്ളത്? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, ലബിനത്തും മിൻ ഫില്ലത്തിൻ വലബിനത്തും മിൻ ദഹബ്, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഇഷ്ടികകളാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. വമിലാതുഹാ അൽ മിസ്കുൽ അസ്ഫർ, അതിലെ സിമന്റ് എന്നുള്ളത് എന്താ? അത് പ്രിയപ്പെട്ടവരെ കസ്തൂരിയാണ്. അവിടെയുള്ള കല്ലുകൾ എന്താ? അല്ലുഉലു വൽ യാഖൂത്ത്, മുത്തുകളും പവിഴങ്ങളുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെയുള്ള മണ്ണെന്തെന്നറിയോ? വതുർബതുഹാ അസ്സഅഫറാൻ, കുങ്കുമമാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എന്ത് സുന്ദരമാണ്! നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ ഈ ഹദീസുകളിൽ നിന്ന് തന്നെ കിട്ടുന്ന എത്ര മനോഹരമാണ് സ്വർഗം. ആ സ്വർഗം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നാൽ കിട്ടുന്നു നമുക്ക് തോണ്ടോ? വെറുതെ അങ്ങോട്ട് ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടുന്നു തോണ്ടോ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വേണ്ടിയിട്ട് ആ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആരാണ് മുത്തഖി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതാ. സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന വ്യക്തിയുടെ പ്രതിഫലമടക്കം അല്ലാഹുവിൻ്റെ റസൂൽ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടില്ലേ? ഏറ്റവും അവസാനം കിടക്കുന്ന വ്യക്തി, ആ വ്യക്തി എങ്ങനെയാ? നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് നെഹ്റുൽ ഹയാത്തിൽ മുക്കിയിട്ടാണ് ആ വ്യക്തി നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ആ വ്യക്തിയുടെ പ്രതിഫലമടക്കം അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് എത്ര സുന്ദരമായിട്ടാണ്! എങ്ങനെയാണ് ഹദീസിന്റെ വാചകങ്ങൾ? സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു വ്യക്തിയോട് അല്ലാഹു പറയാ, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ആ സമയത്ത് ആ വ്യക്തി പറയുമെന്ന, ഐ റബ്ബി കൈഫ വഖദ് നസല الناس മനാസിലഹും വഅഖദൂ അഖദാതിഹിം. എല്ലാവരും അവരുടെ സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ടല്ല, എടുക്കാനുള്ളതെല്ലാം എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എവിടേക്കാ പ്രച്ചോനെ, ഇനി ഞാൻ എവിടേക്കാ? പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം. ഒരു ദുനിയാവിലെ രാജാക്കന്മാർ അത്രയും സൗഭാഗ്യം നിനക്ക് നൽകിയാൽ മതിയോന്ന്? ആ വ്യക്തി മതി റബ്ബേ എന്ന് പറയും, അല്ലാഹുവേ മതി എന്ന് പറയും. റളീതു റബ്ബി, നാഥാ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അല്ലാഹ് നിർത്തിയില്ല, അത് നിനക്കുണ്ട്, അതോടൊപ്പം 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 അല്ലാഹ് ഇരട്ടിക്കിരട്ടിക്കിരട്ടിക്കിരട്ടിയായിട്ട് ആ വ്യക്തിക്ക് കൊടുക്കുക. ഹദീസ് ഇങ്ങനെ ദീർഘമായി പോവുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയുന്നത് എന്തെന്നറിയോ? മസ്തഅത്ത് നഫ്സുക വലദ്ദത് ഐനുക, നിന്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് സ്വർഗത്തിലുണ്ട്. നിന്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് സ്വർഗത്തിലുണ്ട്. വലദ്ദത് ഐനുക, നിന്റെ കണ്ണിന് കൺകുളിർമയേകുന്നത് എന്താണോ അത് നിനക്ക് സ്വർഗത്തിലുണ്ട്. അവസാനം കിടക്കുന്ന വ്യക്തിയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, നോക്കിയാൽ നിങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഏറെ ത്യാഗത്തോടുകൂടി മുന്നോട്ട് പോയേ മതിയാകൂ. അന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലാ നഫ്സും മുസ്ലിമ, മുസ്ലിമായവനല്ലാതെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മുഅ്മിനായവനല്ലാതെ മുഹ്സിനായവൻ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ത്യാഗത്തിലേക്കും ആ ഒരു മർത്തബയിലേക്കൊക്കെ എത്താൻ ഞാൻ നിങ്ങളും പരിശ്രമിച്ചേ മതിയാകും. മുസ്ലിമാകണം, മുഅ്മിനാകണം. പ്രിയപ്പെട്ടവരെ, മുഹ്സിനാകാൻ കഴിയുമെങ്കിൽ ആയേ തീരൂ. അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ റഹ്മാനായ റബ്ബിനെ നീ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാൻ, ഏത് കർമ്മം ചെയ്യുമ്പോഴും ഏത് ആരാധന കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഒരേ വ്യക്തികളെ ഒരേ സഫിൽ നിന്ന് ഒരേ നമസ്കാരം നമസ്കരിക്കുന്നു. അവരുടെ ഇരുപേരുടെയും നമസ്കാരം കമാ ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട് എന്ന ഖുശൂഇൻ്റെ അടിസ്ഥാനത്തിൽ പടച്ച റബ്ബിലേക്കുള്ള ആ മുനാജാത്തിൻ്റെ ആനന്ദം നുകരുന്ന അടിസ്ഥാനത്തിൽ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ കർമ്മങ്ങളും അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിർവഹിച്ച് മുത്തഖിയായിക്കൊണ്ട് നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസിക്കും ഇയ്യായ സാനിയം ബി തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിൽ പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ പരിശ്രമിക്കണേ എന്നുള്ളതായിരുന്നു നാം മനസ്സിലാക്കിയത്.
അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട്. നമ്മുടെ കണ്ണും നമ്മുടെ ശരീരവും നമ്മുടെ എല്ലാം നാളെ പരലോകത്ത് പടച്ചോൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലം നുസിഹലക ജിസ്മക്, എടോ നിനക്ക് നിൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയില്ല. എന്ത് വലിയൊരു അനുഗ്രഹമാണ്. കണ്ണുള്ളപ്പോഴേ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വിലയറിയുകയുള്ളൂ എന്ന് നമ്മൾ സാധാരണ പറയലുണ്ട്. നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്കിതൊന്നും ബോധ്യം ഉണ്ടാവില്ല. നമ്മുടെ കൈ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കാലുണ്ടാകുമ്പോൾ, നമ്മുടെ കണ്ണുണ്ടാകുമ്പോൾ, നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഒന്നും നമുക്കിത് ബോധ്യപ്പെടില്ല. അൽ ഇൻസാനു ബിഗഫല ഹത്താ യൂഖില ബിഇല്ല, മനുഷ്യൻ അശ്രദ്ധയിലായിട്ടേ ഇരിക്കും ഒരു രോഗം കൊണ്ട് അവനെ ഉണർത്തുന്നത് വരെ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അപ്പം നമ്മുടെ കിട്ടിയൊരു അവസരം അത് ഏറ്റവും മനോഹരമായി എല്ലാ രംഗത്തും ഉപയോഗപ്പെടുത്തേണ്ടവർ തന്നെയാണ് നാം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനോ കണക്കാക്കാനോ കഴിയില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അത് ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിച്ചു നൽകിയതാണല്ലോ. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ അത് സാധ്യമല്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് പകരമായിട്ട് എന്താ ചെയ്യാൻ കഴിയുക? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വർദ്ധിപ്പിച്ചേ തരും. നന്ദികേടാണെങ്കിലോ ഇന്ന അദാബി ലശദീദ്. നസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന് വിശദീകരണം നൽകിയത് യുസീല അൻഹുമുൻ നിഅമ അല്ലതി അൻഅമ അല്ലാഹു ബിഹാ അലൈഹിം, അല്ലാഹുവിന് നൽകിയ അനുഗ്രഹത്താണുള്ള എടുത്തു കളയുന്ന. നമുക്ക് ഇബാദത്ത് ചെയ്യാൻ എല്ലാ രൂപത്തിലും കഴിവുണ്ട്. നമുക്ക് എല്ലാ രംഗത്തും ഇറങ്ങിത്തിരിക്കാനുള്ള കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ള ഇൻഷാ അല്ലാഹ് വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഖുതുബയിലൂടെ മനസ്സിലാക്കാം. ഉദഹിയത്തുമായി ബന്ധപ്പെട്ട് ആ ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. പടച്ച റബ്ബ് നമുക്കൊക്കെ കുഴപ്പമില്ലാതെ പോകാനുള്ള സാമ്പത്തിക വ്യവസ്ഥയും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാന സമയത്തെ പ്രവാചക ജീവിതം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ പ്രവാചകൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഉദഹിയത്ത് അറുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ആ വിഷയത്തിൽ ശ്രദ്ധയേറെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ നമുക്കൊക്കെ താങ്ങാൻ കഴിയുന്നൊരു തുക ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ, ഇപ്പോഴേ വിചാരിച്ചാൽ നടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയിൽ ഈ മാസം 25-നുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അത് പൂർത്തീകരിക്കണം. നമുക്ക് ഒരു ഷെയറെങ്കിൽ ഒരു ഷെയർ ഒരാടിനിറക്കാൻ കഴിയും, ഇറക്കുക. ഇനി അതല്ല, ഒരു ഷെയറാണ് എന്നെ കൊണ്ട് കഴിയുക, അത് കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിച്ചേ മതിയാവും. ഇതൊരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച, ഏറെ പ്രതിഫലത്തോടു കൂടി പഠിപ്പിച്ചൊരു ഇബാദത്ത്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി ബലിയിറക്കുക എന്നുള്ളത്. പടച്ചവന് വേണ്ടി ബലിയിറക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളേറെ പരിശ്രമിക്കണം. ആ വിഷയത്തിൽ നമുക്കൊരു കൃത്യമായ ശ്രദ്ധയും കൃത്യമായിട്ടുള്ള ഇടപെടലും ഉണ്ടാവണമേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് അള്ളാൻ്റെ ദീന് പഠിക്കാൻ ഉതകുന്ന ഏറ്റവും നല്ല സംരംഭം, ഏറ്റവും നല്ല പ്രോഗ്രാമുകളും മറ്റുമൊക്കെ ഏറെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ അവസാനം വെച്ചുകൂടാ, അല്ലേ? ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഇനി മക്കൾ വിശ്രമിക്കട്ടെ എന്നല്ല. ഈ അധാർമികത ഏറെ വ്യാപകമായ കാലഘട്ടത്തിൽ കൃത്യമായ മതബോധം തുടരെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ സൺറൈസ്, അല്ലേ, മോറൽ സ്കൂളുകൾ ഈ ഒരു അവധിക്കാലം, ഈ ഒരു വേനൽക്കാലം ദീനിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സഹായകമാകുന്ന, അവരതിലേക്ക് നയിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ ഈ ഒരു കൊടുവായൂർ ശാഖയിലെ സൺറൈസ് എന്നുള്ളത് 17-18 തീയതി ഈ ശനിയും ഞായറും നമ്മുടെ മക്കളെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ബട്ടർഫ്ലൈസ് എന്നുള്ള നമ്മുടെ ചെറിയ മക്കൾക്കുള്ള പ്രോഗ്രാം എല്ലാവരും
അതിനനുസരിച്ച് അവർ ദീനി അധ്യാപനങ്ങൾ പഠിക്കട്ടെ. ബട്ടർഫ്ലൈസ് നമ്മുടെ പാലക്കാട് വെച്ചുകൊണ്ട് 23, 24 തീയതികളിൽ നടക്കേണ്ട ക്യാമ്പ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതിന് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള മക്കളെ പങ്കെടുപ്പിക്കണം. ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെറിയ പ്രായം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ഈ ചെറുപ്പത്തിലെ ധാർമ്മിക അന്തരീക്ഷത്തിലെ ദീനി അധ്യാപനങ്ങൾ പഠിപ്പിച്ച് നൽകിക്കൊണ്ട് ജീവിതത്തിൽ അവരെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ വളർത്താനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാഥ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ച് നൽകിയ ഞങ്ങൾ ഉസ്താദ്മാർ പണ്ഡിതന്മാർ പലരും ഖബറിലാണ്. അല്ലാഹുവേ, ഖബറിനെ വിശാലമാക്കണേ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.